വാട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ജനറേറ്റഡ് ബൈ 500 വോൾട്ട് ഇൻസുലേഷൻ ടെസ്റ്റർ. അപ്പോൾ ഇൻസുലേഷൻ ടെസ്റ്റിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ടെസ്റ്റർ 500 വോൾട്ടിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്ററിൽ എത്ര ആണ് ഓപ്പൺ സർക്യൂട്ട്, അതായത് അത് ഈ മെഗർ എന്ന് വിളിക്കുന്ന ഇൻസുലേഷൻ ടെസ്റ്റർ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ബ്ലാക്ക് ഹാൻഡിൽ കറക്കുമ്പോൾ എത്ര വോൾട്ട് ജനറേറ്റ് ആവും. ഇതിപ്പോൾ 1000 വോൾട്ടിൻ്റെ ഒരു ഇമേജ് ഒരു പടമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 500-ൻ്റെ ഉണ്ട്, 1000-ൻ്റെ ഉണ്ട്, 5000-ൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് കറക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൽ ഡിജിറ്റലായിട്ടുള്ള അവൈലബിൾ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 500 വോൾട്ട് DC ആണ് അതിൽ ഉണ്ടാകുന്നത് ഓപ്പൺ സർക്യൂട്ട്. ഈ DC വോൾട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എർത്ത് ടെസ്റ്റർ ഹാവ് ഡാഷ് ടെർമിനൽസ്. എർത്ത് ടെസ്റ്റിന് എത്ര ടെർമിനലുണ്ടെന്നുള്ളത്. ഇത് നമ്മുടെ നോർമൽ മെഗർ കാണാം, ഇതിൽ 2 ടെർമിനലാണുള്ളത്. അല്ലെങ്കിൽ ഇൻസുലേഷൻ ടെസ്റ്റർ 500 വോൾട്ടിൻ്റെ 2 ടെർമിനലാണുള്ളത്. ഇനി എർത്തിൻ്റെ നമുക്ക് 3 വരാം 4 വരാം. ഇതിപ്പോൾ ഇത് എർത്തിൻ്റെ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്നൊരു എർത്ത് മെഗർ അല്ലെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററാണ് കാണുന്നത്. 4 സ്പൈക്കുകൾ അടിച്ചേക്കണം ഈക്വൽ ഡിസ്റ്റൻസിൽ, എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസിൽ. അപ്പോൾ ഇതിൽ 4 ടെർമിനൽ പോയി കാണാം. അപ്പോൾ 4 ടെർമിനലാണ് ഇതിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതിലാണെങ്കിലും 4 ടെർമിനലാണ് കാണിക്കുന്നത്. സോയിൽ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്ന കാണാം. 4 സ്പൈക്ക് അടിച്ചിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ അടിച്ചിട്ട് അതിൽ റീഡിങ്സ് വരുന്ന കാണാം. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഇപ്പോൾ ഇതിലാണെങ്കിൽ 4 ടെർമിനൽ കാണാം. ഇത് എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ്. ഒരു പർട്ടിക്കുലർ എർത്ത് ബിറ്റ് ഉണ്ട്. അപ്പോൾ ഈ കേസിൽ എർത്ത് ബിറ്റിൻ്റെ മെഷർ ചെയ്യണതുകൊണ്ട് 2 ടെർമിനൽ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മഞ്ഞ ഇത് വെച്ച് ഷോർട്ട് ചെയ്തൊക്കെ കാണാം. ബാക്കി 3 ടെർമിനൽസാണ് ഉപയോഗിക്കുന്നത്. C1, P1, C2, P2 അങ്ങനെ 4 ടെർമിനൽസാണ് പൊതുവേ ഇതിലുണ്ടാവാറുള്ളത്. അപ്പോൾ ചില ഇതിൽ നമ്മുടെ എർത്ത് മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടി, മെഷറിങ് റെസിസ്റ്റൻസിന് വേണ്ടി 3 ടെർമിനൽ മാത്രം ഉപയോഗിക്കുന്ന ചില കേസുകളും വരാം. അപ്പോൾ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. 4 കൊടുത്തു കഴിഞ്ഞാൽ ചിലതിൽ 3 മാത്രമേ ഉണ്ടാവുള്ളൂ, 3 കൊടുത്തു കഴിഞ്ഞാൽ ചിലതിൽ 4 ഉണ്ട്. അപ്പോൾ 3 or 4 അതാണ് ഏറ്റവും ഇതിൽ അനുയോജ്യമായിട്ടുള്ളൊരു ഉത്തരം. അതായത് ഓപ്ഷൻ C ആണ് ഇതിൽ അനുയോജ്യമായ ഉത്തരം. ചില കേസുകളിൽ 3 ടെർമിനലായിരിക്കും, ചിലതിൽ 4 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓൺ മീഡിയം വോൾട്ടേജ് വയറിംഗ്. അപ്പോൾ മീഡിയം വോൾട്ടേജ് വയറിംഗ് സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് കോഡ് IS 732 എന്നുള്ളത് ഞാൻ വേറെ ചോദ്യങ്ങൾ വന്നപ്പോഴും പറയുന്നത് അതൊന്നും കൂടി എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വയ്ക്കുക, ഇത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം സുപരിചിതമായിരിക്കും. IS 3043 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ 3043 എന്തുമായിട്ടുള്ളതായിരുന്നു? എർത്തിങ് സംബന്ധമായിട്ടുള്ള കോഡായിരുന്നു IS 3043. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ആസ് എർത്ത് ഇലക്ട്രോഡ്. അപ്പോൾ എർത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 മീറ്റർ ലെങ്ത് ഇൻറ്റു 38 mm GI പൈപ്പ്. GI പൈപ്പ് 38 mm ഡയമീറ്ററുള്ള GI പൈപ്പ് 2.5 മീറ്റർ ലെങ്ത്ത് വെച്ച് നമ്മൾ കുഴി ചെയ്തിട്ട്, നമ്മൾ IS 3043 ഇത് വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ചാർക്കോളും അതായത് നമ്മുടെ കൽക്കരിയും ഉപ്പും കൂടി മാറി മാറി ലെയറിലിട്ട് ഈ പൈപ്പ് ഇറക്കുന്ന കേസ് പറയുന്നുണ്ട്. പൈപ്പ് എർത്തിങ്ങിന് അത് യൂസ് ചെയ്യാം. പ്ലേറ്റ് എർത്തിങ്ങുകൾക്ക് പ്ലേറ്റ് നമുക്ക് കോപ്പർ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ഉപയോഗിക്കാം. അപ്പോൾ കോപ്പറിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ സൈസാണ് 1.2 മീറ്റർ ബൈ 1.2 മീറ്ററും അതൊരു സ്ക്വയർ ഷേപ്പിലുള്ളതായിരിക്കും. എന്നിട്ട് 12 mm തിക്നെസ്സും ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് കോപ്പറിൻ്റെ പ്ലേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് അര മീറ്ററേക്കാളും കുറച്ച് കൂടുതൽ 0.6 മീറ്റർ ബൈ 0.6 മീറ്റർ ഒരു സ്ക്വയർ പ്ലേറ്റ് ആയിരിക്കും, 6 mm തിക്നെസ്സുള്ള. അപ്പോൾ അതും ഉപയോഗിക്കാം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞുള്ളതെല്ലാം എർത്ത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൈപ്പ് എർത്തിങ് ഉപയോഗിക്കുന്ന 6000 ആംപിയർ ഫാൾട്ട് കറണ്ട് താഴെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലത്താണ് ഈ പൈപ്പ് ഉപയോഗിക്കുന്നത്. പ്ലേറ്റ് എർത്തിങ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വരുമ്പോഴാണ്. അപ്പോൾ എർത്തിങ്ങിൻ്റെ ഒരു വിശദമായിട്ടൊരു വീഡിയോ IS 3043 ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കൊരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഇത് ഈ 3 ഓക്കെയാണ്, ഓൾ ദ എബോവ് ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ELCP ഈസ് നോട്ട് യൂസ് ഫോർ ഹൗസ് വയറിംഗ്. അതപ്പോൾ താഴെ പറയുന്നതിൽ വീടിൻ്റെ വയറിങ്ങിന് ഉപയോഗിക്കാത്ത ഏതാണെന്നുള്ള ഈസ് ടു ബി യൂസ്ഡ് കേട്ടോ, ക്ഷമിക്കണം, ഉപയോഗിക്കേണ്ടത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ചോദ്യം കാണുമ്പോൾ നമുക്ക് 40 ആംപിയർ, 300 മില്ലി ആംപിയർ, 25 ആംപിയർ, 30 മില്ലി ആംപിയർ, 25, 100 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല 25, 40 ആണ് കാണുന്നത്. അതുകൂടാതെ മില്ലി ആംപിയർ പറയുകയാണെങ്കിൽ 30 ഉണ്ട്, 300 ഉണ്ട്, 100 ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ നമുക്ക്
എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ആംബിയർ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ തന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ വയറിംഗ് ആണ്. അപ്പോൾ വീടിൻ്റെ വയറിങ്ങിൽ ELCB വെക്കുമ്പോൾ അല്ലെങ്കിൽ RCCB വെക്കുമ്പോൾ മാക്സിമം 30 മില്ലി ആംസ് ആണ് നമുക്ക് അലൗ ചെയ്യുള്ളൂ. അതിനപ്പുറം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ജീവന ആപത്താന്നൊക്കെ ഉള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കേസ് നോക്കുമ്പോൾ 30 ആണ് ഏതിലാണ് വരുന്നത്, അതാണ് സ്യൂട്ടബിൾ. അപ്പോൾ 25 ആംസ് 30 മില്ലി ആംസിൻ്റെ ELCB ആണ് ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ബാക്കിയുള്ള 100 മില്ലി ആംസിൻ്റെ ആംബിയർ റേറ്റിംഗ്, മെയിൻ ആംബിയർ റേറ്റിംഗ് അല്ലാതെ അതിൻ്റെ ലീക്കേജ് ആംബിയർ റേറ്റിംഗ് ആണ് നമ്മളിതിൽ പ്രധാനമായിട്ട് ഈ ELCB അല്ലെങ്കിൽ RCCB വയ്ക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. അടുത്ത് വയ്ക്കുന്ന ഫ്ലോ ഓഫ് കറണ്ട് ടു എർത്ത് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപെർഫെക്റ്റ് ഇൻസുലേഷൻ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ ചെയ്യാത്ത കാരണം, അത് ഇൻസുലേഷൻ മോശമായതുകൊണ്ട് എർത്തിലേക്ക് കറണ്ട് ഒഴുകുന്നതിന് എന്ത് പറയുന്നു? അപ്പോൾ ഇതിനെ എർത്ത് ലീക്കേജ് എന്ന് പറയാം. ഓവർ കറണ്ട് അല്ലെങ്കിൽ ഓവർ കറണ്ട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എക്യുപ്മെൻറ്റിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗം അതിന് ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ഇപ്പോൾ ഫാനാണെങ്കിൽ വൈൻഡിങ് കംപ്ലൈൻറ്റ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ കറണ്ടൊക്കെ വലിക്കുക, അങ്ങനെയുള്ള കേസുകളാണ് വരുന്നത്. എർത്ത് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ലീക്കേജ് ഉണ്ടാകുന്ന ആ ഒരു ട്രിപ്പിങ്ങിനൊക്കെയാണ് ഫാൾട്ട് എന്ന് വിളിക്കുന്നത്. ഓവർ എർത്ത് കറണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഒരു ചോദ്യം കൂടി നോക്കാം. മോസ്റ്റ് സ്യൂട്ടബിൾ പൊസിഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇൻ ഡൊമസ്റ്റിക് ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ. അതായത് ഗാർഹിക വൈദ്യുത പ്രതിഷ്ഠാപനത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സ്ഥാപിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഏതാണ്? അത് നമുക്ക് ഏറ്റവും അടുത്തെന്ന് പറഞ്ഞ് ഏറ്റവും അടുത്തായിട്ട് വയ്ക്കേണ്ടത് മെയിൻ സ്വിച്ചിൻ്റെ അടുത്താണ്. അതായത് മീറ്റർ കഴിഞ്ഞ ഉടനെ ആ ഭാഗത്തായിട്ട് മെയിൻ സ്വിച്ചിനോട് ഏറ്റവും അടുത്ത് എവിടെയാണോ അവിടെ വയ്ക്കലാണ് നമുക്ക് എളുപ്പം. സെൻട്രൽ പൊസിഷനും കിച്ചണും ബെഡ്റൂമൊക്കെ അതിപ്പോൾ ഓരോ വീടിൻ്റെ ഓരോ രീതിക്കായിരിക്കും. മെയിൻ സ്വിച്ച് എവിടെയാണോ അതിന് ക്ലോസ് ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.